സമൂഹത്തിൽ ലഹരി ഉപഭോഗത്തിനും വിതരണത്തിനും തടയിടുന്നതിന് പ്രായഭേദമന്യേ ഏകമനസ്സോടെ അണിചേരണമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസി. കല്ലടിക്കോട് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ലഹരി വിരുദ്ധ ദിനാചരണവും ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ റാലിയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ലഹരി വിപണനത്തിന്റെയും ഉപഭോഗത്തിന്റെയും വേരറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പിലാക്കുന്നത്. സമൂഹത്തിലും കുടുംബങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരി ഉപയോഗം തടയുകയും വിപണനത്തിന് അറുതി വരുത്തുകയുമാണ് ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. ഈ സംസ്ഥാനത്ത് ലഹരി വിപണനത്തിന്റെയും ലഹരി ഉപഭോഗത്തിന്റെയും വേരറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ആ പദ്ധതി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപഭോഗം തടയുകയും അതിന്റെ വിപണനം അതിന് അറുതി വരുത്തുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഉദ്ദേശമാണുള്ളത്. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അണിചേരണം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗോൾ ചലഞ്ച്, തെരുവ് നാടകം എന്നിവയും അനുബന്ധമായി സംഘടിപ്പിച്ചു. പ്രൊബേഷൻ എസ്.ഐ ആമിന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കല്ലടിക്കോട് ടി.ബി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി സി അലവി അധ്യക്ഷത വഹിച്ചു. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ SHO സുധീഷ് കുമാർ, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ്, കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത, കാരാകുർശി പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് നാലകത്ത്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ നിജാമുദ്ദീൻ, വ്യാപാരി വ്യവസായി പ്രതിനിധി അജോ മഞ്ഞാടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.